ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനുണ്ടല്ലോ ഒരു ആനപ്പുറത്താണ് കേട്ടോ ഇരിക്കണത്. നല്ല കൗതുകമുണ്ട് കാണാനായിട്ട്. കാരണം ഒരു കുഞ്ഞാനിനെ ചാർത്തിയിരിക്കുന്ന ഒരു കുട്ടി ആനപ്പുറത്ത് ഒരു കുഞ്ഞു കുട്ടി വന്നിരിക്കുന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് കേട്ടോ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നത്. ആനേനെയൊക്കെ നല്ല ഭംഗി. മുൻപ് ഒരു ദിവസം ഇതുപോലെ ആനപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ആന കുറച്ച് നല്ല തലയെടുപ്പുള്ള വലിയൊരു ആനയായിരുന്നു. പക്ഷേ ഇതൊരു കുട്ടിയാനയാണ് കേട്ടോ. അതിൻ്റെ തുമ്പിയും അതിൻ്റെ മസ്തകവും കുഞ്ഞു കൊമ്പുകളൊക്കെ ചാർത്തിയിട്ട് ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി, ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട് ചാർത്തിയിരിക്കുന്നത്, അത് ആനപ്പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അലങ്കാരം. നല്ല സന്തോഷമുണ്ട് കേട്ടോ ഭഗവാനെ. കാരണം വലത്തേ കയ്യിൽ വെണ്ണൂറുള്ള പിടിച്ചിട്ടുണ്ട്, ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. പിന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ആന. ഭഗവാൻ എത്രത്തോളം ആനപ്രിയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആനയുടെ പുറത്തായിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടൊക്കെ ഉണ്ട്. ഒരു തിരുമുടി മാലയുണ്ട്, വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ്. 2 ഉണ്ടമാലയുണ്ട് കേട്ടോ. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. അത് 3ഉം കൂടെ കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാല. പിന്നെ ഒരു ഉണ്ടമാലയിൽ കുറച്ച് താമര കോർത്തിട്ട്, താമരയുടെ ഇതൾ കോർത്തിട്ട് പിന്നെ തുളസിയാണ് കോർത്തിരിക്കുന്നത്. അതിന് നടുക്കാണ് ആനപ്പുറത്ത് ഏറിയിട്ട് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഗോപി തിലകൊക്കെ ഉണ്ട്. വലിയ കാതുപൂക്കളാണ്. നല്ല സന്തോഷമുണ്ട് മുഖത്ത്. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരാൻ പോവാണല്ലോ, അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് ചിരിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. നിറയെ മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. ഇടത്തെ കയ്യിലാണ് പൊന്നോടക്കുഴൽ. അപ്പോൾ ഭഗവാന്റെ ആനയുടെ ഒക്കെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോഴേ ഈ ഓടക്കുഴലിന് കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആനയെ ഒന്ന് മെരുക്കാം, ഒന്ന് പേടിപ്പിക്കാം എന്നുള്ള രീതിയിലും കൂടി ആയിരിക്കണം വലിയൊരു നീളത്തിലുള്ള ഓടക്കുഴലിൽ പിടിച്ചിരിക്കണേ. ഭഗവാന്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ആ ഒരു പിടിച്ചിരിക്കുമ്പോൾ ആ ഒരു ഗമയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നീളം കൂടിയിട്ടുള്ള ഒരു ഓടക്കുഴലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്, അരയിലേക്ക് ഇങ്ങനെ പട്ടുകോണക്കൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ആനപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്ന, ഒരു കൗതുകം തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ആനപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു അലങ്കാരം, ആനയും ആ ആനപ്പുറത്തിരിക്കുന്ന ഭഗവാനെയും ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങൾ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.